വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി 38 അധ്യായം മുതൽ 40 അധ്യായം വരെ. ഇന്നത്തെ നമ്മുടെ കുറിവാക്യം ഉൽപ്പത്തി 15 അധ്യായം 6 വാക്യം. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന നിലയിൽ അബ്രഹാമിൻ്റെ ജീവിതം പഠിക്കുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഉന്നതനായ പിതാവ് എന്നതാണ് അബ്രാം എന്ന പേരിൻ്റെ അർത്ഥം. അബ്രഹാം ഈ രണ്ട് പേരുകളിൽ ഈ ഗോത്രപിതാവ് അറിയപ്പെടുന്നു. ജലപ്രളയത്തിന് 352 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാം ജനിക്കുന്നത്. എന്നാൽ ഒരു വലിയ ജനതയുടെ പിതാവാകുവാൻ ദൈവം അനുഗ്രഹിച്ച സന്ദർഭത്തിൽ നൽകിയ പേരാണ് അബ്രഹാം എന്നും ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ കാണുന്നു. പിതാവായ തേരഹിൻ്റെ മരണശേഷം ദൈവം അബ്രഹാമിനെ വിളിക്കുകയും നിരവധി അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഭാര്യയായ സാറായിയോടും സഹോദരപുത്രനായ ലോത്തിനോടുമൊപ്പം ഹാരാനിൽ നിന്നും കനാനിലേക്ക് അബ്രഹാം പുറപ്പെടുന്നു. നമുക്ക് അനുകരിക്കാവുന്ന ധാരാളം സ്വഭാവ ശ്രേഷ്ഠതകളുള്ള വ്യക്തിയാണ് അബ്രഹാം. ഇപ്പോൾ തന്നെ അബ്രഹാമിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഏവരുടെയും മനസ്സിലൂടെ കടന്നു വരും എന്ന് എനിക്ക് അറിയാം. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാമെന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, മറ്റു ദേശക്കാരുമായി അബ്രഹാം സൗഹൃദം സ്ഥാപിക്കുന്നു. മറ്റു ദേശക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്കിവിടെ കാണാം. ഹാരാനിൽ നിന്നും കനാനിലേക്കുള്ള യാത്രാമധ്യത്തിൽ അവിടെയായി കൂടാരമടിച്ച് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു ജീവിച്ച അബ്രഹാമിനെയാണ് നാം കാണുന്നത്. ഈ ജീവിതത്തിനിടയിൽ ധാരാളം വ്യക്തികളുമായി അടുത്തിടപഴകുവാനും ശത്രുതയുടെ അനുഭവം നേരിടുവാനും ഒക്കെ അബ്രഹാമിന് ഇടയാകുന്നുണ്ട്. എന്നാൽ അബ്രഹാം മറ്റു ദേശക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഈജിപ്തിലെ ഫറവോനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഗരാരിലെ അബീമേലെക്കുമായിട്ടുള്ള ബന്ധം ഉൽപ്പത്തി 20 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ശാലേമിലെ മൽക്കീസേദെക്ക് ഉൽപ്പത്തി 14 അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഹിത്യനായ എഫ്രോനുമായുള്ള ബന്ധം ഉൽപ്പത്തി 23 അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ നാം കാണുന്നത് വാഗ്ദത്ത നാടായ കനാനിലെത്തിയ അബ്രഹാം മറ്റു ദേശക്കാരുമായി സൗഹൃദം പുലർത്തിയിരുന്നു എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എപ്രകാരമാണ്? രണ്ടാമതായിട്ട്, അബ്രഹാമിൻ്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കായി മധ്യസ്ഥത ചെയ്യുന്ന അബ്രഹാം. സോദോം ഗോമോറയിൽ വെച്ച് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അബ്രഹാം വലിയ ജനതയായി തീരുകയും അനന്തര തലമുറകൾ നീതിയും ന്യായവുമൊക്കെ പ്രവർത്തിച്ച് യഹോവയുടെ വഴികളിൽ നടക്കുന്നതിന് അവരെ ഉപദേശിക്കുകയും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ സോദോം പട്ടണത്തിൻ്റെയും ഗോമോറ പട്ടണത്തിൻ്റെയും മേൽ വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് അബ്രഹാമിനോട് ദൈവം അറിയിക്കുന്നുണ്ട്. ഇവിടെ 6 പ്രാവശ്യം അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥത ചെയ്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 24 മുതൽ 33 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നശിച്ചു പോകുന്ന ജനസമൂഹത്തെക്കുറിച്ച് ഉള്ള അബ്രഹാമിൻ്റെ ഹൃദയഭാരം വലുതായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ നശിച്ചു പോകുന്ന ജനസമൂഹത്തെക്കുറിച്ച് നമ്മളും ഹൃദയഭാരം ഉള്ളവരാണോ? ഇങ്ങനെ നമുക്ക് തീരുമാനമെടുക്കാം. മറ്റുള്ളവരുമായി ദൈവനാമത്തിൽ സൗഹൃദം പ്രാപിക്കുവാൻ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി അബ്രഹാമിനെ പോലെ മധ്യസ്ഥത ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ നല്ല ഗുണങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുമായി ദൈവനാമത്തിൽ സൗഹൃദം സ്ഥാപിക്കുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.